ഞായറാഴ്ചയായിട്ട് ഇവിടെ എല്ലാവരും അങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴുണ്ട് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ അച്ഛനോട്, എടാ ആ കാച്ചിൽ വെട്ടാറായെന്നൊന്ന് നോക്കിയേ. ഇത് കേട്ടതും ഞാനും ഇറങ്ങി എൻ്റെ അച്ഛൻ്റെ കൂടെ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മണ്ണിലൊക്കെ ഇറങ്ങാൻ. അങ്ങനെ അച്ഛനും ഞാനും കൂടി മണ്ണിൽ ഒളിച്ചിരുന്ന നമ്മുടെ ചങ്ങാതിയെ മണ്ണിന് പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി. ഇവൻ ആളത്ര നിസാരക്കാരനല്ല കേട്ടോ. ഡയസ്കോറിയസ് ഫാമിലിയിൽ ഉൾപ്പെട്ട ഡയസ്കോറിയ ജനുസിൽപ്പെട്ട ഒരു സസ്യമാണ് കാച്ചിൽ. ഡയസ്കോറിയ അലാറ്റ എന്നാണ് കേട്ടോ ഇതിന്റെ ശാസ്ത്രീയ നാമം. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ സാധാരണമായി കണ്ടുവരുന്നത്. വിറ്റാമിൻ സി, പൊട്ടാസ്യം, കാർബോഹൈഡ്രേറ്റ് ഇവയുടെയൊക്കെ ഉറവിടമാണ് കാച്ചിൽ. കൂടാതെ ആന്തോസയാനിൻ ഉൾപ്പെടെയുള്ള ധാരാളം ആന്റി ഓക്സിഡന്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമേഹം, ക്യാൻസർ, രക്തസമ്മർദ്ദം തുടങ്ങിയവയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് കാച്ചിലിന് കേട്ടോ. അയ്യോ, എന്തൊരു പാടായത് മുറിക്കാൻ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെ മുറിക്കാൻ. ഞാൻ എൻ്റെ അമ്മയുടെ കൊടുത്തു. അമ്മ അത് നല്ല ചെത്തി വൃത്തിയാക്കി തന്നു. പിന്നെ ഞാനതിനെ കഴുകി കുട്ടപ്പനാക്കി എടുത്തു. ചമ്മന്തി ഉണ്ടാക്കാൻ കാന്താരി പറിക്കാൻ ഇറങ്ങിയപ്പോഴുണ്ട് പെരുമഴ. പിന്നെ മഴ തോരുന്നത് വരെ വെയിറ്റ് ചെയ്തു. മഴയൊക്കെ മാറിയപ്പോ നമ്മുടെ കാന്താരി കുട്ടന്മാരെ പറിച്ചെടുത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ കാന്താരി മുളകിൽ നിന്നൊക്കെ മഴത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്ന കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കിതൊക്കെ പുഴുങ്ങി കാന്താരി ചമ്മന്തിയൊക്കെ ഒട്ടച്ച് കഴിക്കാനാ ഇഷ്ടം. മുളക് ചുട്ട് ഉള്ളിയും പുളിയും കാന്താരിയും ഉപ്പും ഒക്കെ വെച്ച് ചതച്ചുണ്ടാക്കുന്ന ചമ്മന്തിയാണ് കേട്ടോ. ഞാനായിരുന്നു ഇന്നത്തെ മെയിൻ ഷെഫ്. അങ്ങനെ സംഗതികളൊക്കെ സെറ്റ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്തോ ഒന്ന് മിസ്സിംഗ് ആണല്ലോ. നമ്മളെ കട്ടൻ ചായ. അതില്ലെങ്കിൽ ഒരു ഫീൽ ഇല്ല. സെറ്റ് ടേസ്റ്റ്. ഞാൻ ഇതൊന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.